വ്യാപാരി വ്യവസായിക ഏകോപന സമിതി വനിതാ വിങ്ങിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ്, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി ഷീജ മുഹമ്മദ്, പ്രാർത്ഥന നടത്തിയ സൈമ, വിശിഷ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന MK റഫീഖ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജിഷ നവീൻ, പ്രശസ്ത പിന്നണി ഗായിക, ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ്, ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി നാസർ ഡക്കനോ, സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം നൽകുന്ന ശ്രീ ജമീല ഇസുദ്ദീൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി വനിതാ വിങ്, ശ്രീമതി ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വനിതാ വിങ്, മറ്റ് വേദിയിലുള്ള ഏകോപന സമിതിയുടെ ജില്ലാ ട്രഷറർ, വനിതാ വിങ് കോർഡിനേറ്ററുമായ നൗഷാദ് കളപ്പാട്, ശ്രീമതി ജമീല ഇസുദ്ദീൻ, അക്രം ചുണ്ടയിൽ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന യൂത്ത് വിങ് ജനറൽ സെക്രട്ടറി, വിനോദ് പി മേനോൻ, ജില്ലാ വനിതാ വിങ് കോർഡിനേറ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ്, ബഷീർ കണിയാടത്ത്, ജില്ലാ സെക്രട്ടറി വനിതാ വിങ് കോർഡിനേറ്റർ, താജുദ്ദീൻ ഉറുമാഞ്ചേരി, ജില്ലാ പ്രസിഡന്റ് യൂത്ത് വിങ്, ശ്രീമതി അഫ്സത്ത് മണ്ണിശ്ശേരി, ജില്ലാ വനിതാ ട്രഷറർ, PA ബാബസാഹിബ്, ജില്ലാ ഉപാധ്യക്ഷൻ, PP ബഷീർ, ജില്ലാ വൈസ് പ്രസിഡന്റ്, PTS മോസു, ജില്ലാ വൈസ് പ്രസിഡന്റ്, E പ്രകാശ്, ജില്ലാ പ്രസിഡന്റ്, നിബിൽ ഇബ്രാഹിം, ജില്ലാ പ്രസിഡന്റ്, CB വയലിൻ, ജില്ലാ സെക്രട്ടറി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയം നിറഞ്ഞ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുള്ളൊരു വേദിയിലാണ് നാം ഉള്ളത്. മലപ്പുറം ജില്ലയിൽ വനിതാ വിങ് എന്നുള്ളത് നമ്മളൊരു സ്വപ്നമായി. വനിതാ വിങ് അധിക കാലമൊന്നും ആയിട്ടില്ല മലപ്പുറം ജില്ലയിൽ രൂപീകരിച്ചിട്ട്. അതിൻ്റെ എത്രയോ മുന്നേ സംഘടനയിൽ വനിതാ വിങ് ഉണ്ടായിരുന്നു. പല ജില്ലകളിലും എറണാകുളവും തിരുവനന്തപുരവും കാസർഗോഡൊക്കെ പോകുമ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥി റഫീഖ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് വരുന്നത്. അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചു. അപ്പോൾ എല്ലാ സ്ഥലത്തും വനിതാ വിങ് കാണുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ പറയും, അവരുടെ മലപ്പുറം ജില്ലയിൽ വനിതാ വിങ് ഇല്ല, എന്താ ഞങ്ങൾ വനിതാ വിങ് ഉണ്ടാക്കത്തെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും മലപ്പുറം ജില്ലയിൽ നടക്കൂല, ഇത് പ്രയാസമാണ്. മലപ്പുറം ജില്ലയിൽ നടക്കൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ കാലഘട്ടം കൊണ്ടുപോയി. അവസാനം പിന്നെ മലപ്പുറം ജില്ലയിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നന്നായി നടന്നു എന്നുള്ളതാണ് സത്യത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്ത് കാര്യം ചെയ്താലും അത് വിജയിക്കുമ്പോൾ, എന്ത് കാര്യം ചെയ്താലും അതിന് നല്ലൊരു കൂട്ടായ്മയുണ്ട്, നല്ലൊരു സന്തോഷമാണ്. നമുക്ക് സഹോദരിമാരാണ്, അവർക്ക് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും നല്ലൊരു സന്തോഷമുണ്ട്. ഏതായാലും സംഘടനയ്ക്ക് ഒരു ഷോ ആണ് നിങ്ങളെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം നല്ല നിലയിലാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു സമയത്ത് ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് 96 യൂണിറ്റ് മലപ്പുറം ജില്ലയിൽ രൂപീകരിച്ചതാണ്. 200 യൂണിറ്റാണ് ആകെ നമുക്കുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ. അതിൻ്റെ പകുതി യൂണിറ്റിലും വനിതാ വിങ് രൂപീകരണം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വലിയൊരു പ്രവർത്തനമാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പരിപാടി ഇവിടെ ഫിക്സ് ചെയ്തത്. ഇത് മലപ്പുറത്ത് ഫിക്സ് ചെയ്തതായിരുന്നില്ല. ഈ പദ്ധതി ഭാഗ്യോത്സവം നടത്താൻ പൊന്നാനിയിലാണ് നമ്മൾ തീരുമാനിച്ചത്. അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അത് വലിയൊരു പദ്ധതി, ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി വെച്ചതായിരുന്നു. പക്ഷേ അവിടെ ആ സ്ഥലത്ത് നിന്ന് ഒരു അവകാശ തർക്കം വന്നു, അത് നടത്താൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് ഒരു ശങ്ക വന്നു, നടത്തിയാൽ ചിലപ്പം അത് ഗവൺമെൻറ്റുമായിരുന്നൊരു വിഷയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന കണ്ടപ്പോൾ തൽക്കാലമായി ഇത് മാറേണ്ടി വന്നതാണ്. അപ്പോൾ അത് മാറിയപ്പോൾ പിന്നെ മറ്റൊന്ന് അപ്പുറത്തേക്ക് ഒന്ന് വിവരമായി ചെയ്യാനുള്ള സമയം നമുക്ക് ഇല്ലാതായി. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അജിയാത്രയും ജില്ലാ ജനറൽ സെക്രട്ടറി അജിയാത്രയും ഒക്കെ കൂടി വന്നപ്പോൾ പിന്നെ ടൈം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നറുക്കെടുപ്പ് മുമ്പേ കുറച്ചിട്ടുണ്ടല്ലോ യൂണിറ്റുകളിലൊക്കെ, അതൊക്കെ ഒന്ന് വന്നു പോകുന്നത് സ്ലോ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
ആ സ്ലോ ആയതുകൊണ്ട് അതുകൊണ്ട് വന്നതുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് കൂപ്പൺ കൊടുത്താൽ തിരിച്ചു വരണമല്ലോ, ചെന്താ വിറ്റിട്ടില്ലെങ്കിലും തിരിച്ചു വരണമല്ലോ, നല്ലൊരു നറുക്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഇതിലുണ്ടായി. ഏതായാലും വളരെയധികം നല്ല നല്ല പ്രവർത്തനം, കഠിനമായ പ്രവർത്തനം ചില ആളുകൾ ഈ സംഘടനയിൽ വനിതാവികൾ ചെയ്തുകൊണ്ടാണ് ഇത് വിജയിച്ചത്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരെയും എല്ലാവരും പ്രവർത്തിച്ചെന്നാ പറയും. എന്തായാലും നല്ല ആത്മാർത്ഥമായി പ്രവർത്തിച്ച് കഠിന പ്രയത്നം നടത്തിയതിന് പേര് എന്താ വലിയ വിജയത്തിൽ കലാശിച്ചു. അതിന് മുഖ്യ കാരണം ഞാൻ എൻ്റെ ബാക്കിലിരിക്കുന്ന പുരുഷന്മാരോടാണ് പറയാനുള്ളത്. കാരണം അവരൊക്കെയാണ് യൂണിറ്റ് ഭാരവാഹികൾ. നമ്മൾ അവരെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഓരോ യൂണിറ്റുകൾക്കും കച്ചവടക്കാരും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുള്ള സമയമാണ്, അറിയാമല്ലോ. എന്നിട്ട് പോലും നിർബന്ധിച്ച് ഞങ്ങൾ ഇറ്റ് കൊടുക്കണം, അവർക്ക് സഹായിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ എപ്പോഴും ഒരു വർഷം ഉൾക്കൊള്ളാത്തവരുണ്ടാവാം. 99% ആളുകൾ അത് ഉൾക്കൊള്ളുകയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത് അവരോടുള്ള നന്ദിയും കടപ്പാടും ജില്ലാ കമ്മിറ്റി നിങ്ങളെ അറിയിക്കണം. സന്തോഷം. നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഫണ്ട് ഇനി ആരും സഹായത്തിൻ്റെ ആവശ്യമില്ല. വലിയ സംഖ്യ നമുക്ക് നിങ്ങൾ ഓരോ പദ്ധതിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റി ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഫണ്ട് ഉണ്ടാക്കട്ടെ, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു ഫണ്ട് ഇപ്പോൾ ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് ഇനി വളർന്ന് പോകണം. എന്നിട്ട് പോയി ഞങ്ങളൊക്കെ ഉണ്ടല്ലേ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന ഇവിടെ തുടങ്ങുമ്പോൾ ഒരു ഫണ്ടുമില്ലാതെ ഞങ്ങൾക്ക് 25 വർഷം മുന്നേ ഞാൻ ജില്ലാ പ്രസിഡൻ്റായത് 2001 അന്ന് കണക്കൊക്കെ പറഞ്ഞപ്പോൾ 2-3 ലക്ഷം റുപ്യൊക്കെ അക്കൗണ്ടിൽ എടുത്താണ് ഒരു പാസ്ബുക്കൊക്കെ തന്നു. എടുത്താൽ ഞങ്ങൾ വിശ്വസിച്ചത്. ഞങ്ങൾ പിറ്റേ ദിവസം ബാങ്കിൽ ചെന്നപ്പോൾ 10 പൈസയില്ല. കാരണം ബാങ്കിലെ പാസ്ബുക്ക് എന്നത് വിഡ്രോ ചെയ്യാതെ കാശ് കൊണ്ട് പോയിരിക്കുകയാണ്, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഈ സംഘടന മുന്നോട്ട് നയിക്കാൻ ഞങ്ങളുടെ കണ്ടിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു നയാ പൈസ ഇല്ലാതെയാണ് ഈ വ്യാപാരമാണ്. അന്ന് സത്യം പറയുക ഈ വ്യാപാരമൊന്നുമല്ല, ഈ സൈഡൊക്കെ ദാർപ്പായെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ജനങ്ങളുടെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരു സംഘടന ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് 5000 രൂപ ഞാൻ എടുത്തു കൊടുത്താണ് ഈ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയത്. അത് ഇന്ന് എത്രയോ കോടികളെ പലതരത്തിലുള്ള അവസ്ഥയിലാണ് ഇന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ആരും കുടിച്ചു വരിക്കാതെ ആരും വേദനിപ്പിക്കാതെ വലിയ നിരക്ക് പുറമെ വലിയൊരു സന്തോഷ വാർത്ത. ഇതിന് താഴെയുള്ള സ്ഥലം ഇതിൻ്റെ പ്രസിഡന്റ് തന്നെ അത് വിറ്റതായിരുന്നു. അതായത് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ തന്നെ അത് വിറ്റിട്ടാണ് ഈ ബിൽഡിംഗ് പണി അത്രയും ചെയ്തത്. ഇപ്പം ആ സ്ഥലം ഇപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അടുത്ത മാസത്തിലുള്ള സംഘടനയ്ക്ക് വേണ്ടി അത് രജിസ്റ്റർ ചെയ്താൽ പൂർണ്ണമായി ഈ ബിൽഡിങ് ഏകോപന സമിതിയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമുക്ക് വളരാൻ പറ്റിയല്ലോ. ഒക്കെ സഹായിച്ചത് നിങ്ങളിലൊക്കെ അതേമാതിരി യൂണിറ്റിൻ്റെ സഹായം ഉണ്ടാകും. പിന്നെ അറിയില്ല, കുടുംബ സുരക്ഷാ പദ്ധതി നേരത്തെ വായിച്ചതിലെന്തോ ഒരു തെറ്റുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. നമ്മളതിൽ കൊടുത്തത് 199 പേർക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ 19,90,00,000. ചികിത്സാ സഹായമായി 22 കോടി രൂപയാണ് നമ്മളതിൽ കൊടുത്തത്. കുറച്ചൊന്നുമല്ല, 22 കോടി രൂപ ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇഷ്ടംമാതിരി പൈസ നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോക്കാണ്. അതിനുവേണ്ടി നമ്മൾ 6.5 കോടി ഉറുപ്പിക്ക് സ്ഥലം മേടിച്ച് ആ ഫണ്ടിൽ നിന്ന് ആനക്കയത്ത് കിടക്കുന്നുണ്ട്. അവിടെ വിവിധ പദ്ധതികൾ തുടങ്ങാൻ പോവുക. പല പദ്ധതികളും നമുക്ക് വ്യാപാരികൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അവിടെ തുടങ്ങാൻ പോവുക. അതൊക്കെ ഇതിന് കീഴിൽ വാങ്ങിയതാണ്. ഇപ്പോൾ വേണ്ടമാരൊക്കെ ചെയ്യാനുള്ള പറ്റിയ പൈസകളൊക്കെ ധാരാളം കയ്യിലുണ്ട്. ആര് മരിച്ചാലും കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇഷ്ടമാതിരി അവർക്ക് വേണ്ട പണം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊന്നും കൂടി അറിയിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും വനിതകളെ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ചേരണം. 100 രൂപ എപ്പോഴെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ കൊടുക്കുന്നേ ഉള്ളൂ. അത് ഒരു ധർമ്മമായി കൊടുക്കാനേ നമ്മൾ പറയുന്നില്ല, ദാനധർമ്മം. അങ്ങനെ കൊടുത്തിട്ട് ചേരണം. ഭർത്താവ് ചേർന്നാൽ ഭാര്യയ്ക്കും ചേരണം, ഭാര്യ ചേർന്നാൽ ഭർത്താവിന് ചേർന്നാൽ 2 പേർക്ക് ഇതിന് പറ്റിയ കുടുംബത്തിൽ 20 ലക്ഷമാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 199 പേർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരാൾക്കും പൈസ കിട്ടാൻ ബാക്കിയില്ല. മരിച്ചവർക്കൊക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചേരണം. അതിനപ്പുറം നിങ്ങൾ ഭർത്താക്കന്മാർ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവും. നിങ്ങൾ ഭർത്താക്കന്മാരെ ഫോൺ എപ്പോഴും വാങ്ങി നോക്കണം. അതിൽ അടവ് തെറ്റുന്നുണ്ടോ, കൃത്യമായി അടക്കുന്നുണ്ടോ. കാരണം 100 രൂപ കുറഞ്ഞാൽ 10 ലക്ഷം നഷ്ടപ്പെടും. ഭർത്താവിന് ആരാ മരിക്കാൻ നമുക്കറിയില്ല. ഒരു പക്ഷേ ഭാര്യ മരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കാം. ആര് മരിച്ചാലും കിട്ടുന്നത് കുടുംബത്തിനാണ്. ഭർത്താവ് മരിച്ചാലും കുടുംബത്തിനാണ് കിട്ടാനുള്ളത്, ഭാര്യ മരിച്ചാലും കുടുംബത്തിനുണ്ട് കിട്ടാറില്ല. അപ്പം നിങ്ങൾ അന്യോന്യം നോക്കണം. പുരുഷന്മാരുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എപ്പോഴും ശ്രദ്ധക്കുറവുണ്ടാവും. കച്ചവടക്കാരാണ്, പല ധൃതികളും പല വിഷമങ്ങളും ഒക്കെ കച്ചവടക്കാർക്ക് എപ്പോഴും ഉണ്ടാവും. എപ്പോഴും അലട്ടുന്ന ഒരാളുകളാണ്.
അപ്പോൾ അവരിത് ശ്രദ്ധിക്കില്ല. അപ്പോൾ മൊബൈലുമായി നിങ്ങൾ കുടുംബസുരക്ഷയിൽ എങ്ങനെ അടക്കുന്നുണ്ടോ, അതിൽ ബാലൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഏതൊരു പരിധികളും എടുത്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറ്റില്ല, അതിന് പറ്റുന്ന കുട്ടികളെ നിങ്ങളത് കൽപ്പിക്കണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു 100 രൂപ കൊണ്ട് 10 ലക്ഷം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങൾ വ്യാപാരി വ്യവസായി വകുപ്പ് ഞങ്ങൾ ഒപ്പം നിങ്ങളെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്യാം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങൾക്ക് കിടക്കുന്നില്ല. വിവിധ ആളുകൾ സംസാരിക്കാനും വിവിധ പരിപാടികളൊക്കെ നമുക്കുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Hello.